അടയ്ക്ക കേടുകൂടാതെ ദീർഘകാലം സൂക്ഷിക്കാം. ഇതാ ചില എളുപ്പവഴികൾ. കവുങ്ങ് കൃഷി ചെയ്യുന്നവർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് വിളവെടുത്ത അടയ്ക്ക എങ്ങനെ ഗുണമേന്മ കുറയാതെ സൂക്ഷിക്കാം എന്നത്. അടയ്ക്ക വിളവെടുത്തതിന് ശേഷം അത് ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പ്രധാനമായും 3 രീതികളാണ് കേരളത്തിൽ സാധാരണമായി ഉപയോഗിച്ചു വരുന്നത്. അവ താഴെ പറയുന്നവയാണ്. നല്ലതുപോലെ പഴുത്ത അടയ്ക്കയാണ് കൊട്ടപ്പാക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കുന്ന രീതിയാണ്. അടയ്ക്ക ഉണക്കുന്ന രീതി നോക്കാം. പറിച്ചെടുത്ത പഴുത്ത അടയ്ക്ക വെയിലത്ത് ഏകദേശം 40 മുതൽ 45 ദിവസം വരെ നിരത്തിയിട്ട് ഉണക്കണം. അടയ്ക്ക ഉണങ്ങുമ്പോൾ അതിനുള്ളിലെ കാമ്പ് തൊണ്ടിൽ നിന്ന് വേർപെട്ട് കുലുങ്ങുന്നത് കേൾക്കാം. ഇങ്ങനെ ഉണങ്ങിയ അടയ്ക്ക എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം. നന്നായി ഉണങ്ങിയ അടയ്ക്കകൾ തൊണ്ടോട് കൂടി തന്നെ ചാക്കുകളിൽ നിറച്ച് ഈർപ്പമില്ലാത്ത സ്ഥലത്ത് സൂക്ഷിക്കാം. വിൽക്കുന്ന സമയത്തോ ഉപയോഗിക്കുന്ന സമയത്തോ മാത്രം തൊണ്ട് പൊളിച്ചെടുക്കാവുന്നതാണ് ഉചിതം. ശ്രദ്ധിക്കുക, അടയ്ക്ക വെയിലത്തിട്ട് ഉണക്കുമ്പോൾ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. മഴ നനയാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ പൂപ്പൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത രീതിയാണ് പഴുത്ത അടയ്ക്ക തൊണ്ടോടുകൂടി വെള്ളത്തിൽ മുക്കി വെച്ച് സൂക്ഷിക്കുന്ന പരമ്പരാഗത രീതിയാണിത്. വർഷം മുഴുവൻ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാൻ സഹായിക്കും. വലിയ സിമൻറ്റ് ടാങ്കുകളിലോ മൺപാത്രങ്ങളിലോ പഴുത്ത അടയ്ക്കയിട്ട് അതിൽ വെള്ളം നിറച്ച് സൂക്ഷിക്കുന്നു. ഇതിനെ ചീഞ്ഞ അടയ്ക്ക എന്നും ചിലയിടങ്ങൾ വിളിക്കാറുണ്ട്. ശ്രദ്ധിക്കുക, വെള്ളത്തിലിടുമ്പോൾ തൊണ്ട് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ ഇടയ്ക്കിടെ വെള്ളം മാറ്റുന്നത് നല്ലതാണ്. ദീർഘകാലം ദുർഗന്ധമില്ലാതെ സൂക്ഷിക്കാൻ 100 ലിറ്റർ വെള്ളത്തിൽ 100 ഗ്രാം സോഡിയം ബെൻസോയേറ്റ് എന്ന അളവിൽ ചേർക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപായി നന്നായി കഴുകണം. മൂന്നാമത്തെ രീതിയാണ് കളിയടയ്ക്ക. പച്ചയടയ്ക്ക സംസ്കരിച്ച് സൂക്ഷിക്കുന്ന രീതിയാണിത്. 6-7 മാസം മൂപ്പായ പച്ചയടയ്ക്ക പറിച്ചെടുത്ത് തൊണ്ട് കളഞ്ഞ് മുറിക്കുന്നു. ഇത് പിന്നീട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയും അതായത് തിളപ്പിച്ച വെള്ളത്തിലെ സത്ത് പുരട്ടി വെയിലത്ത് ഉണക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് പ്രധാനമായും പാൻ മസാലകളിലും മറ്റും ഉപയോഗിക്കാനാണ് നിർമ്മിക്കുന്നത്. അടയ്ക്ക സൂക്ഷിക്കുമ്പോൾ പൊതുവായ മുൻകരുതലുകൾ എന്തെല്ലാം നോക്കാം. ഈർപ്പമില്ലാതെ സൂക്ഷിക്കുക. ഉണക്കിയ അടയ്ക്ക സൂക്ഷിക്കുന്ന മുറിയിൽ ഈർപ്പം ഉണ്ടാകരുത്. തറയിൽ നിന്ന് അല്പം ഉയരത്തിൽ പലകളിലോ മറ്റോ ചാക്കുകൾ അടക്കി വെക്കുന്നത് ഈർപ്പം തടയാൻ സഹായിക്കും. അടയ്ക്ക സൂക്ഷിക്കുന്ന സ്ഥലത്ത് നല്ല വായുസഞ്ചാരം ഉണ്ടായിരിക്കണം. ദീർഘകാലം ചാക്കുകൾ സൂക്ഷിക്കുമ്പോൾ വണ്ടുകളുടെയോ മറ്റു കീടങ്ങളുടെയോ ശല്യം ഇല്ലാതെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൽ ഏറ്റവും അനുയോജ്യമായ രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.